ഉച്ചാര മഹോത്സവം 2024 ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ ദേവസ്വം പ്രസിഡന്റ് ശ്രീ വിജയേന്ദ്രൻ പിള്ള അവർക്ക്, ബഹുമാന്യ നമുക്കേവർക്കും സുപരിചിതനായ സുപ്രസിദ്ധ സിനിമ സീരിയൽ താരം ശ്രീ ശരത് ദാസ് അവർ, ബഹുമാന്യനായ റിട്ടയർഡ് കേണൽ ഡിന്നി അവർ, നമ്മുടെ കരയോഗം പ്രസിഡന്റ് ഗോപാലകൃഷ്ണ പിള്ള, നമ്മുടെ കരയോഗം സെക്രട്ടറിയും 13ാം വാർഡ് മെമ്പറുമായ ജി രാജു അവർ, ബഹുമാന്യ ഭജന സമിതി പ്രസിഡന്റ് സെക്രട്ടറി, വേദിയിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ഗംഗാനാഥ്, ജോയിന്റ് സെക്രട്ടറി ഉദയപ്രകാശ്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഭാമദേവൻ പിള്ള, നമ്മുടെ ക്ഷേത്ര പൂജാരി ഗോപാലകൃഷ്ണ പിള്ള, വേദിയിൽ നാട്ടുകാരെ, എൻ്റെ സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, നമ്മുടെ ഉച്ചാര മഹോത്സവം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. മാടൻ തമ്പുരാൻ്റെ ഈ വർഷത്തെ ഉച്ചാര മഹോത്സവം പൂർവാധികം ഭംഗിയായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മറ്റുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നിവിടെ എത്തിയിട്ടുള്ള ശ്രീ ശരത് ദാസ് അവർക്ക് ഭഗവാന്റെ പേരിലും ദേവസ്വം ഭരണസമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മുഹൂർത്തം ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നുള്ള മറ്റൊരു വിശിഷ്ട വ്യക്തി ബഹുമാന്യായ റിട്ടയർഡ് കേണൽ എസ് ഡിന്നി അവരുകളാണ്. അദ്ദേഹത്തിനും ഭഗവാന്റെ പേരിലും ദേവസ്വം ഭരണസമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ കരയോഗം പ്രസിഡന്റ് ശ്രീ ഗോപാലകൃഷ്ണ പിള്ള അവർക്കും ഭഗവാന്റെ പേരിലും ദേവസ്വം ഭരണസമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. കരയോഗം സെക്രട്ടറി ജി രാജുവിനും ഭഗവാന്റെ നാമധേയത്തിലും ദേവസ്വം ഭരണസമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പ്രിയരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാടൻ തമ്പുരാൻ്റെ ഉത്സവം പൂർവാധികം ഭംഗിയാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നല്ലവരായ നാട്ടുകാരെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വാഗത പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഗുരുനാഥ ശരണം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമസ്തുതേ. വേദിയിലെ എത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രസിഡന്റും കൂടിയായ ശ്രീ വിജയചന്ദ്രൻ പിള്ള സാർ, സെക്രട്ടറി ശ്രീജിത്ത് ജി കുറുപ്പ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഗംഗനാഥ് MA, അതുകൂടാതെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്കും ഗുരുതുല്യർക്കും, അതുപോലെ തന്നെ ആദ്യമായാണ് ഞാൻ ഇത്ര ചെറുപ്പക്കാരനായ ഒരു റിട്ടയർഡ് കേണലിനെ കാണുന്നത്. അപ്പോൾ കേണൽ S. ഡിന്നി സാർ, ബാക്കി എല്ലാ സുഹൃത്തുക്കളെ, സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭക്തജനങ്ങളെ, കൊച്ചുകൂട്ടുകാരെ, എല്ലാവർക്കും എന്നെ വിനീതമായ നമസ്കാരം ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. കുഞ്ഞുണ്ണി മാഷ്, പഴയ കവിയുണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കാര്യമാണ്, ഇത്തിരിയേ ഉള്ളൂ ഞാൻ, ഇത്തിരിയേ എനിക്ക് പറയാനുള്ളൂ, അതിന് ഇത്തിരിയേ എനിക്ക് വാക്കും വേണ്ടു. ഒരു വലിയ പ്രസംഗത്തിനുള്ള അറിവോ പക്വതയൊന്നും എനിക്കില്ല, പക്ഷെ ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. കഴിഞ്ഞ മാസമാണ് ഇങ്ങനെ ഉച്ചാര മഹോത്സവം എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എൻ്റെ സുഹൃത്ത്, ഇതിനു മുമ്പ് ഞാനൊരു അമ്പലത്തിൽ പോയിരുന്നു, അതിൻ്റെ പ്രധാന ആളാണ് എൻ്റെ സുഹൃത്താണ് ശശാങ്ക. അദ്ദേഹം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മുഖാന്തരമാണ് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി എന്നെ ഈ വലിയ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു ഒരു ഉത്സവം തന്നെയായിരിക്കും ഇതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ നാട് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്ത് കാറൽമണ്ണ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അപ്പോൾ അവിടെയൊക്കെ കാളവേല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ട് വളരെയധികം പരിചയമുണ്ട്. പക്ഷേ ഇന്ന് ഞാനിവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഐക്യം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം ഇത്ര അധികം ഈ ഉത്സവത്തിന് ഇത്ര അധികം ആൾക്കാരെ ഇന്നത്തെ കാലത്ത് ലഭിക്കുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ഭഗവാനെ കാണാനായി ഭഗവാന്റെ മുമ്പിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്, ഒട്ടും ചെറിയ കാര്യമല്ല. അതിന് ആദ്യം തന്നെ നിങ്ങൾ എല്ലാ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്, ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഈ വളരെ ചുരുക്കം ചില ആൾക്കാരുടെ കയ്യിൽ മാത്രമേ മൊബൈൽ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും വളരെ തുറന്ന മനസ്സോടുകൂടി പരസ്പരം സംസാരിക്കുകയും നമ്മുടെ നാട്ടുവർത്താനങ്ങളൊക്കെ പറയുകയും കുശലാന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇന്ന് ലോകം വളരെ ചെറിയ ഒരു ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും മുഖത്തോട് മുഖം നോക്കി പരസ്പരം സംസാരിക്കാനോ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കാനുള്ള സമയം പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പൊ ഈ കാണുന്ന നന്മയുള്ള നാട്ടുകാരെ കാണുമ്പോൾ വീണ്ടും എൻ്റെ സന്തോഷം കൂടുകയാണ്. പിന്നെ എനിക്ക് ഇതിന്റെ നോട്ടീസ് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം, സ്മരണാഞ്ജലിയായിട്ട് ക്ഷേത്രത്തിന്റെ യശസ്സിനും ശ്രേയസ്സിനും വേണ്ടി പ്രയത്നിച്ച മൈലക്കാട് ദേവസ്വത്തിന്റെ മാർഗദീപമായിരുന്ന ഡോക്ടർ KN ഗോപാലപിള്ള M അവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. കാരണം പഴയ തലമുറയെ ഓർക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവും ഇവിടെയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്, ഭഗവാന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന്റെ മാനേജ്മെന്റിനെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തില് നമ്മുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ചെറിയൊരു പരീക്ഷണം നടത്തിയാൽ മതി എന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആ പരീക്ഷണം എന്നറിയാമോ? ഒരു മാസക്കാലത്തേക്ക് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സമൂഹത്തില് ഒരു മാസക്കാലത്തേക്ക് പോലീസ് ഫോഴ്സിനെയോ അവരോട് പറയാ, നിങ്ങൾ ഇപ്പൊ തന്നെ എടുത്താൽ പൊന്താത്തത്ര ജോലിയാണ് ചെയ്യുന്നത്, ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നമ്മൾ സംസ്കാര സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ്, നമ്മൾ ഒരു മാസം പോലീസുകാരുടെ സഹായമില്ലാതെ ജീവിച്ചോളാം, കോടതികളുടെ സഹായമില്ലാതെ ജീവിച്ചോളാം, മിലിറ്ററിയുടെ സഹായമില്ലാതെ ജീവിച്ചോളാം എന്ന് പറയാൻ തക്കവണ്ണം നമ്മൾ ആയിട്ടുണ്ടോ? ഏതൊരു വലിയ നഗരമായിക്കോട്ടെ, ഇന്ത്യയിലെ എന്ന് മാത്രമല്ല, ഭാരതത്തിന്റെ എന്ന് മാത്രമല്ല, ഇപ്പൊ ലണ്ടനിൽ ഈ ഒരു നിയമം പാസ്സാക്കാൻ നമുക്ക് സാധിക്കുമോ? പോലീസുകാരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അമേരിക്ക ന്യൂയോർക്കിൽ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്, നമ്മൾ എത്ര വലിയതായി പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞാൽ കൂടി മനുഷ്യന്റെ ഉള്ളിലെ വാസനകൾ, മൃഗീയമായ വാസനകളെ അടക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് അദ്ദേഹം പറഞ്ഞു വന്നതിന്റെ ആ ഒരു പൊരുൾ. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ 3 തരം ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ സാധാരണ മറ്റ് മൃഗങ്ങളെ പോലെ തന്നെ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെ അമ്മയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞായി പുറത്തേക്ക് വരുന്നു, മറ്റു മൃഗങ്ങളെ പോലെ തന്നെ. അപ്പൊ 33% നമ്മുടെ ഉള്ളിൽ മൃഗീയമായ വാസനകളാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പിന്നത്തെ 33% നമ്മൾ മനുഷ്യന്റെ വാസനകളാണ്. പിന്നീട് നമ്മുടെ ഉള്ളിലുള്ളത്
മറ്റ് മൃഗങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത ദൈവികമായ ആ വാസനകളാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ പോലെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒക്കെയുള്ള മഹാരാജന്മാർ അവരുടെ മാനസികമായിട്ട് മൃഗീയമായ വാസനകളെല്ലാം മാറ്റി തങ്ങൾ ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാനെ, ആ ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ സ്വരൂപന്മാരുണ്ട്. അപ്പൊ അതിലേക്ക് വേണം നമ്മൾ ഭക്തജനങ്ങൾ നമ്മളും യാത്ര ചെയ്യാനായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെയും യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഈ അമ്പലത്തിന്റെ ഈ പരിപാടിക്ക് ഇനി വരുന്ന 7 ദിവസം നല്ല മനോഹരമായ പരിപാടികളാണ്. എല്ലാത്തിലും നിങ്ങൾ പങ്കുകൊള്ളണം. ഈ ഐക്യം എല്ലാ പരിപാടികൾക്കും വേണം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യത്വം നിങ്ങൾക്ക് തിരിച്ചറിയാനും നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയത്വം തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇനി വലിയ ഒരു വാചകമൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹം എൻ്റെ കലാജീവിതത്തിന് ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മാനേജ്മെന്റിനോട്, അമ്പലത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ വിജയചന്ദ്രൻ പിള്ളെ, ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ശ്രീ ശരത് ദാസ്, ശ്രീ ഗോപാലകൃഷ്ണ പിള്ള, ശ്രീ രാജു, ശ്രീ രഞ്ജിത്ത്, ശ്രീ ഗംഗാനാഥ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ഗുരുതുല്യരെ, എൻ്റെ സ്വന്തം നാട്ടുകാരെ, ആദ്യം തന്നെ മാർദ്ദന സ്വാമിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ഈ ഒരു വേദി കിട്ടിയാൽ ഞാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ദൈവത്തിൻ്റെ ഒരു നന്മ എന്നിൽ തന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാൻ ഈ വേദിയിൽ എത്താൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഈ നാട് എൻ്റെ അമ്മയുടെ നാടാണ്. എൻ്റെ മാതൃഭൂമി എന്ന് പറയുന്ന സ്വന്തം നാടാണിത്. ഞാൻ ജനിച്ച് വളർന്ന് പിന്നീട് പല ദേശങ്ങളിലും പോയി പല പല അനുഭവങ്ങളിലും പല പല കാര്യങ്ങളും പഠിക്കാൻ ആദ്യം തുടക്കമിട്ട് എൻ്റെ സ്വന്തം നാടാണിത്. അപ്പം നമ്മൾ എത്ര പറന്ന് എവിടെയൊക്കെ പോയാലും സ്വന്തം നാട്, സ്വന്തം അമ്മയുടെ നാട് എപ്പോഴും നമുക്ക് ഏറ്റവും അടുത്തതായിരിക്കും. അപ്പം കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെ പോയാലും കൊല്ലത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ മാടസ്വാമിയുടെ മുന്നിലുള്ള ഈ മണ്ണാണ് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് വളത്തങ്ങളാണെങ്കിൽ തന്നെ എൻ്റെ അമ്മയുടെ സ്ഥലമാണ്. അതെന്നും നമുക്ക് ഏറ്റവും അടുത്തതായിട്ട് തോന്നുന്നതും എപ്പോഴും നമുക്ക് ആ ഒരു വിശ്വാസമുണ്ട്. ഇന്ന് ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിലും അതിലും ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുകയാണ്. അമ്മയ്ക്ക് ഇന്ന് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാ വ്യക്തികളുടെയും ബാക്കിൽ ഇവിടെ ധാരാളം അമ്മമാരുണ്ട്. ആ അമ്മമാരുടെ ഒരു പ്രയത്നവും ത്യാഗവും ആ ഒരു കാര്യങ്ങളില്ലാതെ ഒരു വ്യക്തിക്കും വളരാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛന്മാർ ഡെഫിനറ്റ്ലി വേണം, അച്ഛന്മാരുടെ റോൾ വലുതാണ്. പക്ഷെ അവിടെയെല്ലാം അമ്മമാരുടെ ഒരു വലിയൊരു റോളുണ്ട്. അങ്ങനെ ഒരു അമ്മയുടെ വലിയ ത്യാഗവും ധാരാളം സഹിക്കാൻ, ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നൊരു അമ്മയാണ്. എന്നിട്ട് പോലും ഞങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഈ ഒരു ലെവലിലേക്ക് അമ്മയുടെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ചെയ്യാൻ സാധിച്ചു. അതിനകത്ത് എൻ്റെ അച്ഛൻ്റെ റോളും ഉണ്ട്, വലിയ റോളാണ്. അപ്പം അത് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വേദിയിൽ അമ്മയെ കൂടെ ഞാൻ ആ കാര്യം പറയാൻ നിങ്ങളുടെ മുന്നിൽ ആ ഒരു മകൻ എന്ന നിലയിൽ, ഈ മണ്ണിന്റെ സ്വന്തം മകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ ആ ഒരു ആഗ്രഹം ഞാൻ ഇവിടെ മുന്നോട്ട് പറയുകയാണ്. ഈ അമ്പലവും ഈ ഇത്തിക്കര ആറും ഈ സ്റ്റെപ്സും ഇവിടെ ഉള്ള പൂജാരിയും ഇതൊക്കെ കൊച്ചിലെ തൊട്ടേ എൻ്റെ ഓർമ്മകളിലുള്ളതാണ്. പണ്ട് അച്ഛൻ എയർഫോഴ്സിലാണ്ട് ഞങ്ങൾ വെക്കേഷനൊക്കെ പോയി തിരിച്ച് വരുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് അവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. ആ പശുവിനെയൊക്കെ പിടിച്ച് അമ്മാവന്മാരുടെ കൂടെ 4 അമ്മാവന്മാരുണ്ട്. ആ അമ്മാവന്മാരുടെ കൂടെ വന്ന് ഈ ആറിൽ കളിക്കാനും, ഈ ആറിലാണ് ആദ്യമായിട്ട് നീന്തൽ പഠിക്കാനും മുങ്ങാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ. അമ്മാവന്മാർ മാത്രമല്ല, അമ്മാവന്മാർ ധാരാളം സുഹൃത്തുക്കളുമുണ്ട്. അതാണ് നേരത്തെ ശ്രീ ശരത് പറഞ്ഞ പോലെ നമ്മൾ ധാരാളം ദേശങ്ങളിൽ അല്ലെങ്കിൽ ധാരാളം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ തന്നെയാണ്.
എന്തിനും എപ്പോഴും ഓടി വരാൻ ഉള്ള ഒരു കൂട്ടം ആളുകൾ ഞാൻ എത്ര തലമുറ പോയാലും ഇപ്പോഴും ഞാൻ അത് കാണുന്നുണ്ട്. അത് പല സ്ഥലത്തും ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു നാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ എല്ലാവരുടെയും പ്രശ്നം, ഇപ്പം ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ അത് എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്കുള്ള ഒരു സമീപനം ഞാൻ കൊച്ചിലെ തൊട്ടേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരെയും അറിയാമായിരുന്നു ഒരു സമയത്ത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയി എന്നെ അറിയാത്ത ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ ആളാണ്. അത്രമാത്രം ഐക്യവും അത്രമാത്രം യൂണിറ്റിയും ഈ ഒരു ഏരിയയിലുണ്ട്. അത് നമ്മുടെ ഈ ഉച്ചാര മഹോത്സവത്തിനും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ പുറത്തുനിന്ന് വരെ ഈ ഒരു ഉത്സവത്തിനെ കാണാനും ഇവിടെ വന്ന് ഇതിനെ നല്ല രീതിയിൽ നടക്കുന്നത് കാണാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതേ സ്റ്റേജിൽ അവിടെ തന്നെ രാത്രി ഈ സ്റ്റേജിൽ നാടകം കാണാൻ വേണ്ടി ഞങ്ങളും എൻ്റെ അനിയനും അനിയത്തിയും എല്ലാവരും അവിടെ വന്ന് ഇരുന്ന് നാടകം കണ്ട് ഉറങ്ങി രാവിലെ ആകുമ്പോൾ എണീച്ച് വിളിച്ചുണർത്തി പോകുന്ന ആ ഒരു കാലവും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെയൊക്കെ ഏറ്റവും ഗോൾഡൻ പീരിയഡ് ഓഫ് മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും നല്ല രീതിയിൽ ഇത്രയും വലിയൊരു ഒരു ആകാശത്തിന് താഴെ നാടകം കണ്ടുകൊണ്ട് മറ്റ് മിമിക്സ് പരേഡ് മറ്റുള്ള രീതിയിൽ കണ്ട് അവിടെ അവിടുന്ന് ഉറങ്ങി രാവിലെ അവിടെ നിന്ന് തന്നെ എണീച്ച് പോവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ നല്ലൊരു ഓർമ്മയുടെ ഒരു കാലമാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം മാടനട സ്വാമി പണ്ട് ഞങ്ങൾ കൊച്ചിലെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ പോലും മാടസ്വാമിയാണ് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയുമായിരുന്നു ഞങ്ങൾ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഈ ഇവിടുത്തെ ഓരോ മണ്ണിനും ഇവിടുത്തെ ഓരോ ആളുകളും ഇവിടുത്തെ ഓരോ ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളിലും പോലും നമുക്ക് അത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ഇന്ന് വന്നത് കുറച്ച് സേവന പ്രവർത്തനങ്ങൾ അതിന്റെ പങ്കുചേരാൻ വേണ്ടി കൂടാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കമ്മിറ്റി അത് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഭക്തി മാത്രം പോരാ, നമുക്ക് സേവനവും നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് മനുഷ്യന് എത്രമാത്രം ദുഃഖമുണ്ട്, എത്രമാത്രം പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ഞാൻ സേവാഭാരതിയിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കറിയാം എല്ലാ ദിവസവും ആളുകളുടെ ഫോൺ വരാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ കാണാം. നമ്മളെല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും 24 മണിക്കൂറും പുറത്തിറങ്ങി സേവനം പ്രവർത്തിച്ചാൽ തന്നെ എന്നാലും ധാരാളം ആളുകൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് കണ്ണീരോട് കഴിയുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊക്കെ തോന്നും നമ്മളൊക്കെ വളരെ ലാഘവത്തോടെ കാണുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളായിട്ടുള്ള രീതിയിലുണ്ട്. അവിടാണ് ഈ ഒരു ഉച്ചാര മഹോത്സവത്തിന് ഇതേപോലത്തെ സേവന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കമ്മിറ്റി ചെയ്യാൻ തീരുമാനിക്കുകയും ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇപ്പൊ പല ക്ഷേത്രങ്ങളും വരുന്നുണ്ട്. അതെവിടെയും നടക്കുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ഷെയർ ചെയ്യാത്ത ഒരു കാലം കൂടിയാണ്. അവരവരെ പ്രശ്നങ്ങൾ ഒതുക്കി നിർത്തി കൊണ്ടുപോകാനുള്ള ഒരു കാലഘട്ടം കൂടെ. അപ്പൊ അവിടാണ് സേവനം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മളായിട്ട് മാത്രം ജീവിച്ചുകൊണ്ട് കാര്യമില്ല, അതെല്ലാവർക്കും സാധിക്കും. നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. സ്വന്തമായിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് ജീവിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ സൈന്യത്തിലൊക്കെ ഞാൻ ഉണ്ടായതുകൊണ്ട് എനിക്കറിയാം, സ്വന്തമായിട്ട് അവിടെ ഒരു ചിന്തയുമില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ളതാണ്. അവിടെയും സേവാ പരമോ ധർമ്മോ എന്നാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മോട്ടോ. അത് തന്നെയാണ് ഞാൻ പുറത്തു വന്നതും കാണുന്നത്. സേവാ പരമോ ധർമ്മം, സേവനം എന്തുമാത്രം ചെയ്ത അത്ര നല്ലത് എന്നുള്ള ഒരു രീതിയിലേക്ക് മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഈ മുന്നിലിരിക്കുന്ന അമ്മമാർ വിചാരിച്ചാൽ പോലും അവർക്ക് പോലും പറ്റും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. അതല്ലാതെ എനിക്കൊരു സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ ഞാനൊരു ലെവലിലെത്തി, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പൈസ കിട്ടി, എനിക്കൊരു നല്ല ജോലി കിട്ടി, എന്നിട്ട് ഞാൻ സേവനത്തിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഒരിക്കലും വരത്തില്ല. നിങ്ങൾ എന്താണോ, ഇപ്പൊ കൊച്ചുകുട്ടിയാലും ശരി, അമ്മയായാലും ശരി, വയസ്സായ ആളുകളായാലും ശരി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്യണം. ആ ഒരു സമയം ഇപ്പോഴാണ്. ഇത് നാളത്തേക്ക് നിങ്ങൾ വെക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോടെ എനിക്കുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ആളുകൾക്ക് ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു ടൈമാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ കൊണ്ട് ചുറ്റും ഒക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് അതൊരു ഔദാര്യമായിട്ട് നമ്മൾ കാണരുത്. കാരണം ഇന്ന് ദൈവം നമ്മളിലേക്ക് ഒരു നിയോഗം തന്നിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ നമ്മളൊരു നിയോഗം മാത്രമായിട്ട്, ഒരു നിമിത്തം മാത്രമായിട്ട് കണ്ടാൽ മതി. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും വലിയൊരു എന്തോ ചെയ്യുന്നുള്ള രീതിയിലല്ല ചെയ്യുന്നുള്ളത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അത് ആർക്കും വേണ്ടി വിട്ടുകൊടുക്കരുത്. ഞാൻ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്തോളും, അതല്ലെങ്കിൽ നാളത്തേക്ക് വിട്ടുകൊടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ വെച്ച് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പറയണം എനിക്ക്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എല്ലാം വളരെ സന്തോഷത്തോടെ
വളരെ നല്ല രീതിയിലുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ കഴിയുമ്പോഴും ഇതേ എനിക്ക് തോന്നുന്നു ഈ ഫാമിലി ഇവിടെ തന്നെ കുറെ ഫാമിലീസ് ചിലപ്പോൾ കാണും. അവരുടെയൊക്കെ മകനോ ഇപ്പൊ മകളോ നമ്മളെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ബോർഡറിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം സാധാരണ പട്ടാളക്കാർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന ആ ആളുകളും അവര് അങ്ങനെ നിൽക്കുന്നോണ്ടും അവരുടെ സ്വന്തം ജീവൻ വരെ നമുക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് മാത്രമാണ് നമുക്ക് ഇതേപോലെ എല്ലാ വർഷവും ഇവിടെ നല്ല രീതിയിലുള്ള ഉച്ചാര മഹോത്സവവും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉള്ളൊരു സ്മരണ കൂടി ഞാൻ ഈ അവസരത്തിൽ ചെയ്യുകയാണ്. അവരെ സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഉച്ചാര മഹോത്സവത്തിന്റെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും എല്ലാ നന്മയും വരട്ടെ, എൻ്റെ സ്വന്തം മണ്ണിനും എൻ്റെ സ്വന്തം നാട്ടും എല്ലാവർക്കും നന്നായി വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വിജയേന്ദ്ര ബാബു, മറ്റു വേദിയിലിരിക്കുന്ന ക്ഷേത്ര ഭാരവാഹികളെ, ഇന്നത്തെ ഈ ഉച്ചാര മഹോത്സവം ഉദ്ഘാടനം ചെയ്ത സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരം ശ്രീ ശരത് ദാസ് അവർ, അതുപോലെ തന്നെ ചികിത്സാ ധനസഹായം വിതരണം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച കണക്ക് ഈ നാട്ടുകാരനും ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള ആളുമായ ബഹുമാന്യ കേണൽ ശ്രീ എസ് ഡിന്നി അവരുകളെ, ബഹുമാന്യ ഭക്തജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, ഈ വർഷത്തെ ഉച്ചാര മഹോത്സവം സാധാരണ രീതിയിൽ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ തുടക്കം മുതൽ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ നടത്തുവാൻ സഹകരിച്ച ഇതിനുവേണ്ടി പ്രയത്നിച്ച ഈ ഉത്സവം വളരെ വിജയപ്രദമാക്കുവാൻ വേണ്ടി വളരെ നേർച്ചകളും മറ്റും നൽകി സഹകരിക്കുന്ന മാന്യ മാളസ്വാമി ഭക്തർക്കും ഈ ഉത്സവം വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റിക്കും ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ഈ ഉത്സവത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ദേവസ്വം പ്രസിഡന്റ് ശ്രീ വിജയേന്ദ്രൻപിള്ള, ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ ശരത് ദാസ് അവർ, ബഹുമാന്യനായ നമ്മുടെ കേണൽ ഡിന്നി അവർ, ബഹുമാന്യനായ ദേവസ്വം വൈസ് പ്രസിഡന്റ് ഗംഗാനാഥ് അവർ, ബഹുമാന്യനായ 921 നമ്പർ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണ അവർ, ബഹുമാന്യനായ ദേവസ്വം സെക്രട്ടറി ശ്രീ സോജു അവർ, ബഹുമാന്യനായ ദേവസ്വം മെമ്പർ ശ്രീ വാമദേവൻ പിള്ള അവർ, ബഹുമാന്യനായ ശ്രീ ഉദയപ്രകാശ് അവർ, ബഹുമാന്യരായ പഞ്ചസമിതി പ്രസിഡന്റ് സെക്രട്ടറി, ബഹുമാന്യനായ നമ്മുടെ ക്ഷേത്ര പൂജാരി ഗോപാലകൃഷ്ണ അവർ, ബഹുമാന്യരായ ഭക്തജനങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കൊച്ചുകുഞ്ഞുങ്ങളെ,
നമ്മുടെ ഉച്ചാര മഹോത്സവം ഇന്ന് അതിൻ്റെ ഉദ്ഘാടന സുദിനമാണ്. എല്ലാ വർഷവും നമ്മുടെ ക്ഷേത്രത്തിലെ ഉദ്ഘാടന മഹാമകം നല്ല സുപ്രസിദ്ധരായ ആൾക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. അതേ കണക്ക് തന്നെ ഈ വർഷവും നമ്മൾ ഉദ്ഘാടനത്തിനായി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നേരത്തെ സ്വാമി അയ്യപ്പൻ സീരിയലിലെ മെയിൻ നടനായ ശങ്കരദാസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉച്ചാര മഹോത്സവം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം മറ്റൊരു വിശിഷ്ട വ്യക്തിയായിട്ട് നമുക്കിന്നിവിടെ കിട്ടിയ ശ്രീ കേണൽ ഡിന്നി അവർകൾ. ഡിന്നിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പട്ടാളത്തിൽ ഇത്രയും നല്ല ഒരു ഉയർന്ന ഉദ്യോഗത്തിലിരുന്ന് റിട്ടയർഡായി സാമൂഹ്യ സേവനത്തിനായി ഇറങ്ങിയ അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. നമ്മുടെ ഉച്ചാര മഹോത്സവം, ഉച്ചാര എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് ഉത്സവം എന്നാണ് അതിൻ്റെ നാമകരണം. ഉച്ചാര മഹോത്സവം, വിളവെടുപ്പ് ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് കൃഷി ചെയ്ത് നെല്ല് നമ്മൾ വിളയിച്ച് അതിൻ്റെ വിളവെടുപ്പ് നടത്തി ആ വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഉത്സവം, അതാണ് ഉച്ചാര മഹോത്സവം. ആ ഉച്ചാര മഹോത്സവം എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മളെ ഇത്തിക്കര മാടന്നടയിൽ മാത്രമേ ഈ ഉച്ചാര മഹോത്സവം കൊണ്ടാടാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് കൊല്ലം ജില്ലയിൽ തന്നെ ധാരാളം ക്ഷേത്രങ്ങളിൽ ഉച്ചാര മഹോത്സവം കൊണ്ടാടാറുണ്ട്. ഈ ഉച്ചാര മഹോത്സവം വടക്കൻ കേരളത്തിൽ പറയുന്ന ഉച്ചാരൽ എന്നാണ് പറയുന്നത്. വടക്കൻ കേരളത്തിൽ ഉച്ചാരൽ എന്നാണ് പറയുന്നത് ഈ ഉച്ചാര മഹോത്സവം. നമ്മളെ തെക്കൻ കേരളത്തിലാണ് ഉച്ചാര മഹോത്സവം എന്ന് പറയുന്നത്. ഉച്ചാര മഹോത്സവം കൊണ്ടാടി കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ ആൾക്കാർ പറയുമായിരുന്നു 27, 28 എന്ന ഈ ദിവസങ്ങളിൽ നമ്മളാരും ഒരു ജോലിയും ചെയ്യത്തില്ലായിരുന്നു. അത് എല്ലാം കെട്ടിക്കൂട്ടി വെച്ച് അതിനെന്തോ ഒരു പേര് പറയും, അത് ഞാൻ ഇപ്പം മറന്നുപോയി. അത് പറഞ്ഞ് ഒരു ജോലി പോലും ചെയ്യാതെ നമ്മളിവിടെ അടുത്തുള്ള ഫാക്ടറികളായാലും മറ്റുള്ള സ്ഥലത്തായാലും ഒരു ജോലിയും ചെയ്യാതെ, അതായത് 27, 28 ഈ ദിവസങ്ങളിൽ ഒരു പണിയും ആൾക്കാരും ചെയ്യത്തില്ല. അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനായിരുന്നു ഇതിന് മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉച്ചാര മഹോത്സവത്തോടനുബന്ധിച്ച് നേരത്തെ നമ്മുടെ ഈ തിരുവാറാട്ട് മാടന്നട എന്ന് പറയുന്ന ഒരു സമ്പുഷ്ടമായ ഒരു ക്ഷേത്രമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തിക്കര ദേശം ഈ കൃഷിയാണ് ഉച്ചാര മഹോത്സവമെങ്കിലും അത് കഴിഞ്ഞതിൻ്റെ വിളവെടുപ്പാണ് ഉച്ചാര മഹോത്സവം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെ നാട്ടിനെ സംബന്ധിച്ചോളം വ്യവസായ അടിസ്ഥാനത്തിൽ വളരെ മുന്നോട്ട് പൊട്ടുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് ഇത്തിക്കര എന്ന് പറയുന്നത്. കട്ടച്ചുള്ളിയായാലും ഓട് വ്യവസായമായാലും കശുവണ്ടി ആയാലും മറ്റെന്ത് കാര്യത്തിലായാലും നമ്മളെ ഈ സ്ഥലത്തെ പോലെ സമ്പുഷ്ടമായ ഒരു സ്ഥലം, ഒരു പ്രദേശം ഈ കൊല്ലം ജില്ലയിൽ തന്നെ മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. ഉച്ചാരയോടനുബന്ധിച്ച് നാനാ ദിക്കുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കാനായിട്ട് വന്നിട്ട് ധാരാളം ആൾക്കാർ നമ്മളെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ഉച്ചാരയോടനുബന്ധിച്ച് ഒരു 24 മകരം 24, 23, 25 ഇവർക്കെല്ലാവർക്കും ബോണസ് ആയാലും അഡ്വാൻസ് ആയാലും നമ്മളെ നാട്ടിലുള്ള കട്ടക്കമ്പനി മുതലാളിമാരായാലും ചുടുകെട്ട് മുതലാളിമാരായാലും ഓട്ടുകമ്പനി മുതലാളിമാരായാലും കശുവണ്ടി മുതലാളിമാരായാലും ഇവർക്കെല്ലാവർക്കും അഡ്വാൻസ് ആയാലും ബോണസ് ആയാലും കൊടുത്ത് നമ്മളെ നാട്ടിൽ ഈ പൈസ ഇറങ്ങി ആൾക്കാരെ സന്തോഷവും നമ്മളെ ഉച്ചാര മഹോത്സവം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കുന്നതിന് വേണ്ടി നമ്മളെ നാട്ടിൽ കൂട്ടായിട്ട് ഒരു കൂട്ടായ്മ
അതൊരു പ്രത്യേക സൗന്ദര്യം തന്നെയായിരുന്നു, പ്രത്യേക ആഘോഷം തന്നെയായിരുന്നു. ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ പറയുമ്പോഴത്തേക്ക് അതൊരു ഉത്സവം മാതിരിയായിരുന്നു. നമ്മളെ ഓണത്തിനൊക്കെയും വലിയൊരു ആഘോഷമായിരുന്നു നമ്മുടെ ഉച്ചാര മഹോത്സവം. ആ ഉച്ചാര മഹോത്സവത്തിന് അന്യദേശങ്ങളിലുള്ള ധാരാളം ആൾക്കാർ നമ്മളെ മൈലക്കാട്ട്, തിരുവാറാട്ട്, മാടന്നടയിൽ എല്ലാ ബന്ധുക്കളും ഈ പ്രദേശത്ത് കൊല്ലം ജില്ലയിലായാലും തിരുവനന്തപുരം ജില്ലയിൽ കിടക്കുന്ന ബന്ധുക്കൾ പോലും നമ്മളെ ഉച്ചാര ആഘോഷിക്കുന്നതിന് വേണ്ടി അതാത് ബന്ധുക്കളുടെ വീട്ടിൽ വന്ന് എല്ലാം മറന്ന് എല്ലാം ഒരു 1-2 ദിവസവും ഇവിടെ വന്ന് നിന്ന് ആഘോഷിച്ചിട്ടേ പോയിട്ടുള്ളായിരുന്നു. പണ്ടൊക്കെ ഉച്ചാര ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മകര 28-ാം തീയതി രാത്രി ഒരു 2 മണി 3 മണി ആയാൽ പോലും ഈ വെള്ളം ഒഴുകുന്ന കണക്കാണ് നമ്മളെ ക്ഷേത്രത്തിലോട്ടായാലും നമ്മളെ മൈലക്കാട്ട് നാട്ടിലായാലും ആൾക്കാർ ഒഴുകിക്കൊണ്ടിരുന്നത്. അന്ന് ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ഒരുപാട് ഫാക്ടറികളുണ്ടായിരുന്നു. നമ്മളെ ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടികൾ നടത്താൻ ഓരോരുത്തർക്ക് തർക്കമായിരുന്നു. ഇന്ന ദിവസം എനിക്ക് വേണം, ഇന്ന ദിവസം എനിക്ക് വേണം എന്നുള്ള പിടിവാശിയായിരുന്നു ഓരോരുത്തർ. അത്രത്തോളം ആൾക്കാർ നമ്മളെ ക്ഷേത്രത്തിൽ 12 ദിവസം 14 ദിവസം വരെ ഉത്സവം നടത്തിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. അതിൽ നിന്നും ഇപ്പം വ്യത്യസ്തമായി അതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിയെങ്കിൽ പോലും നമ്മൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതിനൊരു കോട്ടവും തട്ടാതെ നമ്മൾ ഉത്സവങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നോട്ട് വന്ന് വളരെ നല്ല രീതിയിൽ നമ്മൾ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനോടൊപ്പം നമ്മളെ നാട്ടിലുള്ള ചെറുപ്പക്കാരും നമ്മുടെ മറ്റുള്ള ആൾക്കാർ മൊത്തം അതിനോടൊപ്പം സഹകരിച്ച് നിന്ന് നമ്മളെ നാട്ടിൻ്റെ യശസ് വളരെ നല്ല രീതിയിൽ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇത്രയും ഒരു കൂട്ടായ്മ നമ്മളെ തിരുവാറാട്ട് മാടന്നടയിൽ ഉത്സവം നടത്തുന്നതിനായാലും മറ്റ് പ്രോഗ്രാമുകൾ നടത്താനായി നിങ്ങൾക്ക് നോട്ടീസ് എടുത്ത് നോക്കിയാൽ അറിയാം. ആ നോട്ടീസിൽ ഏത് ഭരണസമിതി എന്നുള്ളതല്ല, ക്ഷേത്രത്തിലെ ഉത്സവം വളരെ കാര്യക്ഷമമായി നടത്തുന്നതിന് എല്ലാ ആൾക്കാരും അവിടെ സശ്രാന്തം വളരെ ഒരുമയോടുകൂടി വളരെ നല്ല രീതിയിൽ ഉത്സവം നടത്തുന്നതിനുവേണ്ടി കൂട്ടായിട്ട് പരിശ്രമിച്ച് വളരെ ഭംഗിയായ രീതിയിൽ ഉത്സവം നടത്തുന്നതിന് കൂട്ടായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഈ വർഷത്തെ ഭരണസമിതിയും വളരെ നല്ല രീതിയിൽ ഈ ഉത്സവ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിന് ഈ പരിസമാപ്തി വരെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഉത്സവം കൊണ്ടുപോകുന്നതിന് എല്ലാ ആൾക്കാരെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.